ദക്ഷിണേന്ത്യയിലെ പ്രധാന മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൗഡ കർണാടകയിലെ ഉടുപ്പിയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 3 പേർ രക്ഷപ്പെട്ടു. മാവോയിസ്റ്റ് സംഘത്തിലെ മറ്റുള്ള ആളുകൾക്കായി വനമേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. ചിക്കമംഗളൂരു ഉടുപ്പി അതിർത്തിയിലെ ഹെബ്രി വനമേഖലയിൽ ഇന്നലെ രാത്രിയായിരുന്നു ഏറ്റുമുട്ടൽ. മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. പോലീസും നക്സൽ വിരുദ്ധ സേനയും പ്രദേശത്തു പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടെ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുവാനായി വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമത്തിലേക്ക് വിക്രം ഗൗഡയും 3 കൂട്ടാളികളും എത്തി. പോലീസിനെ കണ്ട് മാവോയിസ്റ്റുകൾ ആദ്യം വെടിയുതിർത്തുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ വിക്രം ഗൗഡയെ കൊലപ്പെടുത്തി. ರಾಜು ಮತ್ತು ಲತಾ ಅಂತೇಳಿ ಅವರು ಇಬ್ಬರು ನೆಕ್ಸಲೈಟ್ಸು ಸೈಟ್ ಆಗಿದ್ರು ಅಂತೇಳಿ ಅವರನ್ನು ಆ ಏರಿಯಾದಲ್ಲಿ ಕೋಂಬ್ ಮಾಡುವಾಗ ಆದರೆ ತಕ್ಷಣ ಅವರು ಪೊಲೀಸ್ನವ್ರು ಬಂದು ಕಂಡು ತಕ್ಷಣ ಅವ್ರ ಮೇಲೆ ಫೈರ್ ಮಾಡಿದ್ದಾರೆ ಅಂತೇಳಿ ಹೇಳ್ತಿದ್ದಾರೆ. ಅದಕ್ಕಾಗಿ ಅವರು ಎನ್ಕೌಂಟರ್ ಮಾಡಬೇಕಾಯಿತು ಅಂತೇಳಿ ಎನ್ಕೌಂಟರ್ ಆಗಿದೆ. മുൻകാരു, ലത, ജയണ്ണ, വനജാഷി എന്നിവരാണ് മാവോയിസ്റ്റ് സംഘത്തിലുള്ള മറ്റുള്ളവർ. ഇവർ വനത്തിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. നിലമ്പൂർ കരുള ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട നേതാവാണ് വിക്രം ഗൗഡ. കേരളത്തിൽ നിന്ന് 2 മാസം മുമ്പാണ് സംഘം ഉടുപ്പി വനമേഖലയിലേക്ക് എത്തിയത്. ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ കർണാടക അതിർത്തി മേഖലകളിൽ കേരള പോലീസും നിരീക്ഷണം ശക്തമാക്കി. 24 ബംഗളൂരു.